നമസ്കാരം. കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും യുവം? ആർക്കൊപ്പമാണ് യുവാക്കൾ? മോദിയുടെ സന്ദർശനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ആത്മവിശ്വാസത്തിൽ കാര്യമുണ്ടോ? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവജനതയുള്ള ഇന്ത്യയിൽ അവരുടെ മനസ്സിൽ എന്തു മാറ്റമുണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു? രാഷ്ട്രീയത്തിനപ്പുറം നരേന്ദ്രമോദിക്ക് എത്ര അംഗീകാരം വർദ്ധിക്കുന്നുണ്ട്? കേരളത്തിലേക്കുള്ള മോദിയുടെ വരവിൽ മുന്നണികൾ മുൻകരുതലിലാണോ? കോൺഗ്രസും CPM-ഉം തീർക്കുന്ന പ്രതിരോധമെന്ത്? മോദി കേരളത്തിലേക്ക് വരുന്നു, അത് ബി.ജെ.പിയുടെ മോഡി കൂട്ടുമോ? സൺഡേ ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. CPM നേതാവ് VPP മുസ്തഫ, GV ഹരി കോൺഗ്രസ് നേതാവ്, BG വിഷ്ണു BJP നേതാവ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ GV ഹരിയിലേക്ക്. GV ഹരി, നാളെ ഒരു പ്രധാനമന്ത്രിമാർ സംസ്ഥാന സന്ദർശനങ്ങൾ നടത്തുക സ്വാഭാവികമാണ്. നിരവധി തവണ മോദി കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇത്തവണ കുറച്ചുകൂടി BJP കേരളത്തിൽ കാര്യങ്ങളിൽ ശ്രദ്ധ കൽപ്പിക്കുന്നുണ്ട്. ശരിയാണ് കാര്യങ്ങൾ. ഇത്രയധികം ഈ വിഷയത്തിൽ കരുതൽ കാണിക്കേണ്ട കാര്യം ഇരു മുന്നണികൾക്കുമുണ്ടോ? ഒരു പ്രധാനമന്ത്രി വന്നു പോകട്ടെ എന്നതിനപ്പുറം നാളെ നടക്കുന്ന യുവം പരിപാടിക്കെതിരെ ഇന്ന് DYFI പ്രതിരോധമായി പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്നു. കോൺഗ്രസ് മേയിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നു. അത്രയേറെ കരുതലിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആവശ്യമുണ്ടോ ഒരു പ്രധാനമന്ത്രി വന്ന് മടങ്ങുമ്പോൾ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വരവ് ഒരു എടുത്തു പറയേണ്ടതായ ഒരു കാര്യമായിട്ടൊന്നും, അല്ലെങ്കിൽ പ്രത്യേകത കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനമടക്കമുള്ള പല പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പോകുന്നുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പ്രവർത്തനങ്ങൾ BJP നടത്തുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യുവമടക്കമുള്ള പരിപാടികൾ നടത്തുമ്പോൾ സ്വാഭാവികമായി അതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ ഉണ്ട്. അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളും പദ്ധതികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായൊരു പ്രതിരോധം എന്ന നിലയിലല്ല, ഞങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കാര്യങ്ങളും യുവാക്കളോട് അല്ലെങ്കിൽ ആളുകളോട് പറയേണ്ടതുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറയേണ്ടതുണ്ട്. BJP പറയുന്നത് പോലെ തന്നെ പറയാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുമുണ്ട്. അത് ഇതിനെ നരേന്ദ്രമോദി വരുന്നതുകൊണ്ട് ഒരു പ്രതിരോധമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഒരു സാധാരണ ഒരു നാട്ടുമ്പുറം എടുക്കാം. ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയാൽ ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് മറുപടി എന്ന നിലയിൽ അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ഒക്കെ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം മറുപാർട്ടി സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ BJP സംഘടിപ്പിച്ചാൽ കോൺഗ്രസ് നടത്താറുണ്ട്, കോൺഗ്രസ് സംഘടിപ്പിച്ചാൽ CPM നടത്താറുണ്ട്. അതൊരു സ്വാഭാവികമായ ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി BJP കാണുന്നില്ല. BJP സംസ്ഥാന അധ്യക്ഷനടക്കം പറയുന്നത് BJPയുടെ നേതാവായി അല്ല നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത്, BJPയുടെ അധ്യക്ഷനായോ അല്ല വരുന്നത്. ഒരു പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ കുറെ യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും കാണാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. അപ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് മറുപടി നൽകുന്നതൊക്കെ താങ്കൾ പറയുന്ന പോലെ സ്വാഭാവികമാണ്. അതിനപ്പുറം ഒരു കരുതൽ എന്തുകൊണ്ട് മുന്നണികൾക്ക് എന്നാണ് ചോദ്യം. അത് സ്വാഭാവികമല്ലേ? ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും BJP നടത്തുന്ന ഏത് പരിപാടിക്കാണ് രാഷ്ട്രീയമില്ലാത്തത്? എന്തിനേറെ പറയുന്നു, നമുക്കറിയാം ഈ രാജ്യത്ത് സ്വതന്ത്ര ഏജൻസികളെ കൊണ്ട് ഓരോ തലത്തിലും ഏറ്റവും അവസാനമായി നമുക്കറിയാവുന്നതുപോലെ മോദിക്കെതിരെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയെ CBI എൻക്വയറി നടത്താൻ വേണ്ടിയിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഏത് കാര്യത്തിലും രാഷ്ട്രീയം കാണുന്ന BJP ഈ വരവ് യുവം എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ വരവ് രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് പറയുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ഒരാളുടെ പേര് കൂടെ രഞ്ജിത്ത് ഓർക്കാൻ നന്ന്. അദ്ദേഹത്തിൻ്റെ പേര് അനിൽ ആന്റണി എന്നാണ്. ശ്രീ അനിൽ ആന്റണിയാണ് നമുക്കറിയാം പ്രധാനമന്ത്രിയോടൊപ്പം യുവം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം അനിൽ ആന്റണി പങ്കെടുക്കുന്നത് എന്ത് ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന ഏത് പരിപാടിയാണെങ്കിലും, വന്ദേ ഭാരത് ആണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഈദുമായി ബന്ധപ്പെട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഭവന സന്ദർശനമാണെങ്കിൽ, ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് അവർ ഭവനങ്ങൾ സന്ദർശിച്ചതാണെങ്കിൽ പോലും കേരളത്തിൽ നടത്തുന്ന BJP നടത്തുന്ന, ഇയാൾക്ക് മാത്രമല്ല ഇന്ത്യയിൽ നടത്തുന്ന BJP നടത്തുന്ന ഏത് പരിപാടിയിലും ഒരു
പൊളിറ്റിസൈസേഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അത് ഗവൺമെന്റിന്റെ ആ ഒരു മറ എന്നതോ മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് പരിപാടിക്കും ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ കാഴ്ചപ്പാട് തന്നെ ഞങ്ങൾ കാണേണ്ടതുണ്ട്, അവർ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ബദൽ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അത് CPM ചെയ്യും, കോൺഗ്രസ് ചെയ്യും, ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സ്വാഭാവികമായിട്ട് അതിനൊരു ബദൽ ചെയ്യും. കാരണം ഇതിനകത്ത് അവർ പറയുമ്പോൾ സർക്കാരിന്റെ പരിപാടിയാണ്, പ്രധാനമന്ത്രി വരുന്ന പരിപാടിയാണെന്നെങ്കിൽ പോലും ആ പരിപാടിയിലെല്ലാം പൊളിറ്റിസൈസേഷൻ ഉണ്ട്, ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന വിവാദങ്ങളടക്കം അതിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അല്ല ഹരി, വേറെ എൻ്റെ ഒരു ചോദ്യം അതല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞു 20 തവണ നരേന്ദ്രമോദി കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിനപ്പുറം ഒരു കരുതൽ എന്തുകൊണ്ടാണെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ BJP നടത്തുന്ന നീക്കങ്ങൾ അറിയാം. ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം കേരളത്തിൽ സംഭവിച്ചു. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന രീതിയിൽ അതിൽ പഴയ കേരള കോൺഗ്രസ് നേതാക്കളൊക്കെയാണ് അംഗങ്ങൾ. അങ്ങനെ സമൂഹത്തിൻ്റെ ഓരോ തലത്തിലും ഓരോ മേഖലയിലും BJP തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ, ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. അതിനെയൊക്കെ അത്തരത്തിൽ ആശങ്കയോടെ മുന്നണികൾ കാണുന്നുണ്ടോ? നേരത്തെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയതിനപ്പുറം ഒരു കരുതൽ ഈ വിഷയത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായും ഈ നീക്കങ്ങളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് മുന്നണികൾ എന്നുകൂടി കാണണ്ടേ ഹരി? അല്ല രഞ്ജിത്ത്, അതൊരു ഭയപ്പാടിന്റെ പ്രശ്നമല്ല രഞ്ജിത്ത്, നമ്മളൊരു കോഷന്റെ പ്രശ്നമാണത്. ഞാനതിനെ ഭയപ്പാടെന്നല്ല കാണുക, അതിനൊരു കോഷൻ എന്ന നിലയിൽ നമ്മൾ കാണുകയാണ്. അതിനൊരു ഉദാഹരണം പറയാം. നേരത്തെ ഇല്ലാതിരുന്നൊരു സമീപനം, ഞാൻ പറഞ്ഞൊരു വ്യത്യസ്തമായൊരു സമീപനം ഞാൻ അംഗീകരിക്കുന്നു. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സമീപനം സ്വാഭാവികമായിട്ടും BJPയുടെ ഭാഗത്തുണ്ടാവുന്നു. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കമ്മ്യൂണൽ പൊളിറ്റിക്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യം, പല ആളുകളെയും അങ്ങോട്ട് പോയി കാണുന്നു. പ്രത്യേകിച്ച് മതനേതാക്കന്മാരെ പല നേതാക്കന്മാർ പോയി, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവികളിലിരിക്കുന്ന ഗവർണർമാർ അടക്കമുള്ള ആളുകൾ പല മതാധ്യക്ഷന്മാരെയും പോയി കാണുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ നോർത്ത് ഇന്ത്യയിൽ മാത്രമുണ്ടായിരുന്ന ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമാണ്. അത് ഇവിടുത്തെ നമ്മുടെ ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മതേതര സ്വഭാവത്തെ നിലനിർത്തുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊരു കോഷനാണ്, പേടിയല്ല. അപ്പോൾ കോഷനും പേടിയും രണ്ടായിട്ട് കാണണം. ഞങ്ങളൊരു പേടിയെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കോഷൻ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല, ഈ പറയുന്ന സെക്യുലർ മനോഭാവം പുലർത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് കാണിക്കും. കാരണം കമ്മ്യൂണൽ പൊളിറ്റിക്സ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ഞങ്ങൾ ചെയ്യും കൃത്യമായി. ശ്രീ വിഷ്ണു, ഇവിടെ ഹരി പറയുകയായിരുന്നു, അതായത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല നാളത്തെ യുവം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ എല്ലാ പരിപാടികളിലും BJP രാഷ്ട്രീയം കാണുന്നുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി നമുക്കറിയാം ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട ഒരു നേതാവായി നിങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ എല്ലാ പരിപാടികളിലും രാഷ്ട്രീയം കാണുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കതിനെ പ്രതിരോധിക്കേണ്ടി വരും. ഒരു പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്നു എന്നതിനപ്പുറം രാഷ്ട്രീയമായി BJP ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഹരി. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, മോദി പേടിയിൽ കോൺഗ്രസ് പനിച്ചു വിറക്കുകയാണ്. സ്വന്തം നേതാവിൻ്റെ അംഗത്വം പോയി. അപ്പോഴേ കോൺഗ്രസിന് ഒരു ദിശാബോധം നഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പ്രധാനമന്ത്രി മോദി കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളുമായി നേരിട്ട് അദ്ദേഹം സംവദിക്കുന്നു. അനിൽ ആന്റണി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു യുവാവാണ്. അദ്ദേഹം ജനങ്ങളെ കാണുന്നതിനും പ്രധാനമന്ത്രിയെ കാണുന്നതിനും കോൺഗ്രസ് എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? AK ആന്റണിയുടെ അസ്വസ്ഥത ഇപ്പോൾ കോൺഗ്രസിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ യുവജനങ്ങളുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ പല വിഷയങ്ങൾ, കേരളത്തിലെ തൊഴിലില്ലായ്മ, മറ്റ് യുവജനങ്ങൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ, കണക്കുകൾ പ്രകാരം പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കളൊന്നും തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അവരെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. കാരണം കേരളത്തിൽ നല്ല തൊഴിൽ ലഭ്യതയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള 10,000-കണക്കിന് പ്രശ്നങ്ങൾ കേരളത്തിലെ യുവജനത നേരിടുന്നു. അവരെ നേരിൽ കാണാൻ പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ കോൺഗ്രസ് അസ്വസ്ഥരാകുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്തേ രാഹുൽ ഗാന്ധിക്ക് നേരത്തെ യുവജനങ്ങളെ നേരിട്ട് കണ്ട് സംവദിക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ നരേന്ദ്രമോദി ചെയ്യുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയമാണെന്നും നരേന്ദ്രമോദി ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമോ പാതകയോ ഒന്ന് പറഞ്ഞ് ചിത്രീകരിക്കാനുള്ള ഒരു സംഘടിത ശ്രമമാണ് CPMഉം കോൺഗ്രസും ഇവിടെ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ എത്രയൊക്കെ ശ്രമിച്ചാലും നരേന്ദ്രമോദിയുടെ ജനസ്വീകാര്യതയെ ഒരു കാരണവശാലും അവർക്ക് ഒരു പോറലേൽപ്പിക്കാൻ പോലും കഴിയില്ല. പിന്നെ കോൺഗ്രസ് പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നു, സെക്യുലറാണ്. നിങ്ങൾ നയിക്കുന്ന കോൺഗ്രസ്സിലെ കേരള കോൺഗ്രസ്സുകാരും
മുസ്ലിം ലീഗുകാരും ഒക്കെ ഏത് മതവിഭാഗത്തെ സംഘടിപ്പിച്ചാണ് കൂടെ നിർത്തിയിരിക്കുന്നത്? ഒരുവിധപ്പെട്ട കോൺഗ്രസിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളുടെയും പിറകിൽ വലിയൊരു വിഭാഗം സാമുദായിക ജാതീയ നേതൃത്വങ്ങളുണ്ട്. ഇവരെല്ലാം കൂട്ടുപിടിച്ച് ഞങ്ങളോടൊപ്പം നിർത്തിയിട്ട് ഓമന പേരിട്ട് മതേതരത്വം എന്ന് പറഞ്ഞാലൊന്നും കേരളത്തിൽ മതേതരത്വമാകാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പോലും അസ്വസ്ഥരാണ്. അവരെല്ലാം നിങ്ങളുടെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന പാളയം വിട്ട് പുറത്തേക്ക് വന്ന് നല്ല ശ്വാസം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ പുറത്തേക്ക് വരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ അസ്വസ്ഥരാകുന്നതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകും. അല്ല, ഈ കേരളത്തിലെ UDF മുന്നണിയെ കുറിച്ചല്ലേ വിഷ്ണു പറഞ്ഞു വന്നത്? അതായത് ഈ കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കാര്യം. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിങ്ങൾ ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അതിൽ BJPയുടെ വലിയ അനുഗ്രഹാശികളുണ്ടെന്ന് പറയുന്നു. അവിടെയും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കുറേ നാളുകൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളവും അതിൻ്റെ ഒരു പരീക്ഷശാലയാക്കുകയല്ല നിങ്ങൾ? അല്ല, ഞങ്ങളുടെ അനുഗ്രഹാശംസകളോടിയൊന്നുമല്ല. കേരളത്തിലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവർ, മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വലിയ ഭീഷണികൾ കേരളത്തിലെ ഇരു സർക്കാരുകളിൽ നിന്ന് മാറി മാറി വരുന്ന കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഭാഗത്ത് നിന്ന് നേരിടുന്നു, മതമൗലികവാദികളുടെ ഭാഗത്ത് നിന്ന് നേരിടുന്നു. അത് ആഗോളതലത്തിൽ തന്നെ സഭകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ അതിലുള്ള ഈ ഭീകരതയ്ക്കെതിരെ അണിനിരക്കാൻ സജ്ജരായവരെല്ലാവരും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ മതേതരത്വം എന്ന ഓമന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇവരെയെല്ലാം കൂച്ചു വിലങ്ങിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദേശീയ ബോധത്തോടെ, ദേശീയ കാഴ്ചപ്പാടോടെ അവർ പല കോണുകളിൽ ഒത്തുചേരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല കോണുകളിലും ഉണ്ട്. കോൺഗ്രസ്സുകാർക്ക് പോലും കോൺഗ്രസിൽ തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ദേശീയ തലത്തിൽ നിൽക്കുന്നത്. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയി, ഒരുപാട് പേർ BJPയിലേക്ക് വന്നു. ഇങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. അല്ല, ഈ യുവം എന്ന പരിപാടിയിൽ നേരത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ്. ഇത്തരം പരിപാടികൾ യുവാക്കൾ ആർക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്തും. വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ ബോധ്യപ്പെടും. വലിയ മാറ്റം രാഷ്ട്രീയമായി കേരളത്തിൽ സംഭവിക്കുമെന്ന് പറയുന്ന എന്തർത്ഥത്തിലാണ്? ഈ രാഷ്ട്രീയം ഈ പരിപാടി ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായും യുവാക്കളുമായും മോദി സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൊരു രാഷ്ട്രീയ കണ്ണുണ്ട് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റെന്താണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ യുവജനങ്ങളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക്. അത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കടന്നു വരാം, DYFIക്കാർക്ക് കടന്നു വരാം, MSFകാർക്ക് കടന്നു വരാം. ഏത് മത രാഷ്ട്രീയ ജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്കും ഈ പരിപാടിയിലേക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ ചെറുപ്പക്കാർക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവർക്ക് പ്രധാനമന്ത്രിയുമായി സംസാരിക്കാം. അപ്പോൾ അവരുടെ എല്ലാം വലിയ സാധ്യതകൾ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുറക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ അതിൽ കോൺഗ്രസ് അസ്വസ്ഥരാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ യുവജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ്. നരേന്ദ്രമോദിയെ കാണാൻ യുവലക്ഷങ്ങൾ വരുമ്പോൾ ഉള്ള വലിയ മോദി പേടിയിൽ തന്നെയാണ് കോൺഗ്രസും CPMും. അതുകൊണ്ടാണല്ലോ മറ്റു പരിപാടികളുമായി DYFI അടക്കം മുന്നോട്ട് പോകുന്നത്. എന്തേ DYFI ഒരു പരിപാടി സൃഷ്ടിക്കുമ്പോൾ അതിന് ബദലായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നില്ല? പക്ഷേ മോദി വരുമ്പോൾ അത് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള അവരുടെ ഭയപ്പാട് തന്നെയാണ് ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുന്നത്. GV ഹരി ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ഒരുപാട് പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. വിഷ്ണു പറഞ്ഞതുപോലെ DYFI വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. നിരവധിയായ ക്യാമ്പുകളുണ്ട്. അവരുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത ഒരു പ്രതിരോധം എന്തുകൊണ്ട് മോദിക്കെതിരെ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ BJPക്ക് നിയമസഭാംഗങ്ങളൊന്നുമില്ല. BJPയുടെ വോട്ട് വിഹിതം കേരളത്തിൽ എത്രയാണ് എന്നറിയാം. അപ്പോൾ BJPയെ ആ തരത്തിൽ അല്ലെങ്കിൽ മോദിയെ ആ തരത്തിൽ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്തെ, ഞാൻ അതിലേക്ക് വരാം. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിഷ്ണു പറഞ്ഞ യുവാക്കൾക്ക് നരേന്ദ്രമോദിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിഷ്ണു തന്നെ പറഞ്ഞു, കേരളത്തിൽ നിന്ന് ആളുകൾ മുഴുവൻ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാതെ ആളുകൾ പുറത്തേക്ക് പോകുന്നു. കേരളത്തിലെ മാത്രം കാര്യമൊന്നുമല്ല, ഇന്ത്യയിൽ മൊത്തം അവസ്ഥ ഇതാണ്. 7.5% നിന്ന് 7.8% രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചത് വിഷ്ണു അറിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലൂടെയാണ്. ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലേക്ക് വരുന്നത്. ഈ തൊഴിലില്ലായ്മ നിരക്ക് കണ്ടുകൊണ്ടായിരിക്കണമോ ശ്രീ നരേന്ദ്രമോദിയെ ഈ ചെറുപ്പക്കാർ മുഴുവൻ സ്നേഹിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഈ ഇത്തരത്തിൽ ചെറുപ്പക്കാരെ കാണുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഒരുപക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുപോലെ ചെറുപ്പക്കാരെ കാണാൻ പോകുന്ന ആദ്യമായിട്ടാണ്. ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, ഇവിടെക്കറിയാം ഭാരത് ജോഡോ യാത്ര, എനിക്കൊന്ന് വിഷ്ണു ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ
കേരളത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ചെറുപ്പക്കാരും വിവിധ മേഖലയിൽപ്പെട്ട ആളുകളെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെ കണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുമായി സംവദിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അവരുമായി സംവദിച്ചെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ടുള്ള ചോദ്യം, നേരത്തെ എഴുതി തയ്യാറാക്കി കൊടുത്തിട്ടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടല്ല, ആർക്ക് വേണമെങ്കിലും കടന്നു വന്നുകൊണ്ട്, അതും തെരുവിൽ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് വന്ന ചോദ്യങ്ങൾ ചോദിക്കാനും കാണാനുമുള്ള അവസരമാണ് കോൺഗ്രസ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമായിട്ടാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു തോന്നലൊന്നും വിഷ്ണു വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ, അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയല്ല, കോളേജുകളിൽ സന്നദ്ധ സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പത്രക്കാരെ കൃത്യമായി, നിങ്ങൾ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ യുവാക്കളെ കാണുന്നല്ലോ, ഒന്ന് പത്രക്കാരെ കൂടി ഒന്ന് കാണാൻ പറയണം കേട്ടോ സാർ. പത്രക്കാരെ കൂടെ ഒന്ന് കാണാൻ പറയണം. മാധ്യമങ്ങളെ ഇത്രയും കാലമായല്ലോ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാൻ അദ്ദേഹത്തിന് ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയും കൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത്. അപ്പോൾ നിരന്തരം നിങ്ങൾ പറഞ്ഞു എല്ലാ തരത്തിലുള്ള ആളുകളെയും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് ഒന്ന് പുറത്തു വിടണം. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പുറത്തു വിട്ടാൽ കൊള്ളാം. ആരൊക്കെയാണ് പങ്കെടുത്തത്, ഏതൊക്കെ മേഖലയിൽപ്പെട്ട ആളുകളാണ് പങ്കെടുത്തത്. വിഷ്ണു അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, BJP അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഇവിടെ രഞ്ജിത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവര് ഒരു കുക്ഡപ്പ് ആയിട്ടുള്ള, അതായത് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കും കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ട് അവിടെ വന്ന് അവർക്ക് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകുന്നതല്ലാതെ നമ്മൾ പറയാറില്ല, നേരത്തെ എഴുതി തയ്യാറാക്കി ഒരു തിരക്കഥയ്ക്ക് അപ്പുറത്തേക്ക് ഈ പരിപാടിക്ക് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. തീർച്ചയായിട്ടും ആ പദവി അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുമ്പോൾ അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം CPM-ഉം അതുപോലുള്ള DYFI-യും ഒക്കെ ഉള്ള പാർട്ടികൾ അത്തരത്തിൽ സമാനമായ പരിപാടികൾ, ഞങ്ങൾക്ക് കൂടി പറയാനുള്ളത് കൂടി കേൾക്കാം, ഞങ്ങൾക്കും ചെറുപ്പക്കാരോട് പറയാനുണ്ടാവും, അത് പറയാനുള്ള അവസരം കൂടി നമ്മൾ ഉണ്ടാക്കണം. എന്താ തെറ്റുള്ളത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുകൊണ്ട് വിഷ്ണു പറയുന്ന പോലെ പേടിച്ചിട്ടൊന്നുമല്ല, ഇതൊക്കെ പേടി എന്തിനാ പേടിക്കുന്നത്? ഈ രാജ്യത്ത് ആർക്കാ എന്ന് ജനാധിപത്യത്തെ സംബന്ധിച്ച് പേടിക്കാത്തത് കൊണ്ടാണ്, കോൺഗ്രസ് പേടിക്കാത്തത് കൊണ്ടാണ് ഉറക്കെ പാർലമെന്റിലടക്കം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പേടിച്ചിട്ടാണ് നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ വീട് ഒഴിയണമെന്നൊക്കെ പറഞ്ഞിട്ടോ. നിങ്ങൾക്കാ പേടി, ഞങ്ങൾക്കാ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ എത്ര നോട്ടീസ് വന്നാലും ഇങ്ങനെയുള്ള എത്ര ഈ ഭീഷണികൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ കഴിയും. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ രഞ്ജിത്തെ, ചോദിച്ചല്ലോ, ഒരുപാട് ചോദ്യങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ, ഒരു ഉത്തരമെങ്കിലും ഈ ഇത്രയും വലിയ 56 ഇഞ്ചിന്റെ അളവുള്ള അദ്ദേഹം നെഞ്ചളവുള്ള പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടില്ല, രഞ്ജിത്ത് കേട്ടോന്ന് എനിക്കറിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും കേരളം എന്ന സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി ആഗ്രഹിച്ച, പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം 6 വർഷമായി പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ ജോലി തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് അമ്പരപ്പിക്കുന്ന സംഖ്യയാണ്. കാനഡയിലേക്കും അമേരിക്കയിലേക്കും മറ്റുമൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ. ഒപ്പം തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കയുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച അങ്ങനല്ലേ കോൺഗ്രസ് അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് ഹരി പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുകയായിരുന്നു. ഇന്ത്യ മൊത്തമുള്ള പ്രശ്നങ്ങളുടെ ഒരു പങ്ക് മാത്രമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ള വ്യാഖ്യാനം കോൺഗ്രസിനുണ്ടോ എന്നായിരുന്നു ചോദ്യം. അല്ല എന്നല്ല, അങ്ങനെയല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കണക്കെന്താണ്? ഇന്ത്യയിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 7.5% തൊഴിലില്ലായ്മ നിരക്ക് 7.8% വർദ്ധിച്ചു എന്നാണ്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിലുമുണ്ട്. അതിനകത്ത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തല്ലല്ലോ, ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസവും അതിൻ്റെതായിട്ടുള്ള ഇതെല്ലാം, അതിൻ്റെ റിപ്പിൾസ് എല്ലാം സ്വാഭാവികമായിട്ടും നമുക്ക് കേരളത്തിലും ഉണ്ടാവും. അതിനൊന്നും മാറ്റമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം ഈ കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ കുറച്ച് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുവാൻ അങ്ങനെയുള്ള ഒരു വാഗ്ദാനമാണല്ലോ അവർ കൊടുത്തിരുന്നത്. പക്ഷേ ആ വാഗ്ദാനം പാലിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി, ആ വാഗ്ദാനങ്ങൾ നൽകിയൊരു പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ, അത് BJPക്കാരാണ്, അതിനകത്ത് പങ്കെടുക്കുന്ന യുവമോർച്ചയിലെ ചെറുപ്പക്കാർ ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള തൊഴിൽ കൊടുക്കാനായിട്ട് സാധിക്കാത്തത്, അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്നത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിക്കാൻ കഴിയട്ടെ. വിഷ്ണു, ഈ പരിപാടി സമിതി എന്താണ് ഈ യുവം എന്നുള്ളത്? കാരണം നേരത്തെ BJP നേതാക്കളൊക്കെ പറഞ്ഞത്, BJP സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞു വെച്ചത്, ഈ യുവം എന്ന് പറയുമ്പോൾ അത് യുവാക്കൾക്ക്, കേരളത്തിലെ യുവാക്കൾക്ക് മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിന് യുവാക്കളുമായി സംവദിക്കാം എന്ന് പറയുമ്പോൾ
പ്രധാനമന്ത്രിമാരുടെ സാധാരണയുള്ള പരിപാടിയൊക്കെ നമുക്കറിയാം. കാരണം എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളായിരിക്കും. ഇതിൽ ചോദ്യം ചോദിക്കുന്നവരുടെ ആരൊക്കെയാണെന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചായിരിക്കും. അങ്ങനെ നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ആർക്കും വന്നു കയറി ചോദ്യം ചോദിക്കാവുന്ന ഒരു വേദിയൊന്നുമല്ലല്ലോ. കേരളത്തിലെ മുസ്ലിം ലീഗുകാർക്കോ കേരളത്തിലെ കേരള കോൺഗ്രസ്സുകാർക്കോ CPM-കാർക്കോ ഒക്കെ കോൺഗ്രസ്സുകാർക്കോ ഒക്കെ വന്ന് കയറി വെറുതെ ചോദ്യം ചോദിച്ചു പോകുന്ന വേദിയൊന്നുമല്ലോ. അങ്ങനെയൊന്നുമല്ല നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അല്ല, ഈ പരിപാടിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതുമായി സഹകരിക്കില്ലെന്നും ഞങ്ങൾ ഈ പരിപാടി എതിർക്കുമെന്നും അതിനെതിരായ ക്യാമ്പയിനിലാണെന്നും ഉറച്ച് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ, CPM-കാർ. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ഞങ്ങൾ ആർക്കും നിഷേധിച്ചിട്ടില്ല. ആരുടെ മുന്നിലും നിഷേധാത്മകമായ ഒരു നിലപാട് ഞങ്ങൾ ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. അവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇതുമായി സഹകരിക്കാൻ പറ്റില്ല എന്നും ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. DYFI ഇതിനെതിരെ പരിപാടി സംഘടിക്കുന്നല്ലോ. അത് ഞങ്ങൾ പറഞ്ഞു അവരോട് സംഘടിപ്പിക്കാൻ. നിങ്ങളോട് വരരുതെന്ന് ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരോ ആരെങ്കിലും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ആരെ അകറ്റി നിർത്തിയിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ, വിവിധ മേഖലയിൽപ്പെട്ടവരെ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. അല്ല, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുള്ളവരെ ക്ഷണിച്ചു എന്നാണോ പ്രധാനമന്ത്രിയെ കാണാൻ? അല്ല, മുഴുവൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ വഴി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതിന് യാതൊരുവിധ രാഷ്ട്രീയ മാനദണ്ഡമോ BJP-യിലോ മറ്റേതെങ്കിലും പരിവാർ സംഘടനകളിൽപ്പെട്ടവരെ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നുള്ള രജിസ്റ്റർ ചെയ്താൽ മതിയുള്ള ഒരു നിലപാടും ഇല്ല. ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ. ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് പരിപാടിയിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്ന CPM അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് ഇപ്പോൾ 100 ദിവസം 100ാം എപ്പിസോഡ് പിന്നിടുകയാണ്. മൻ കി ബാത്ത് എന്ന് പറഞ്ഞ പരിപാടി അത് അങ്ങനെ മൻ കി ബാത്ത് മാത്രം നടത്തുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തൊരു പ്രധാനമന്ത്രി എന്നുള്ളതാണ്. അങ്ങോട്ട് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ അങ്ങോട്ട് കേൾക്കൂ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആക്ഷേപത്തിന് കൂടി മറുപടിയാകുമോ ഈ യുവം പോലെയുള്ള പരിപാടികൾ എന്നൊരു സംശയം കൂടിയുണ്ട് വിഷ്ണു. അല്ല, മൻ കി ബാത്തും ഈ പരിപാടികളിലും വ്യത്യസ്തമാണ്. മൻ കി ബാത്ത് എല്ലാ മാസവും നടക്കുന്ന പ്രതിമാസ പരിപാടിയാണ്. അതിൽ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽപ്പെട്ട ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സാധാരണക്കാരായ വ്യക്തികളുമായി തനിക്ക് പറയാനുള്ളതും രാജ്യത്തിൻ്റെ കോണിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും വളരെ വ്യക്തമായി വിശദീകരിക്കാറുണ്ട്. ഇത് പല പ്രധാനമന്ത്രിമാരും പല കാലഘട്ടങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളത് കൃത്യമായി ചെയ്തു പോകുന്നു. അതിൽ ഈ രാജ്യത്ത് പലപ്പോഴും പരാമർശിക്കപ്പെടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരെ ചെയ്യുന്ന നല്ല സൽപ്രവർത്തികൾ തന്നെയാണ്. അതിൻ്റെ പേരിൽ ആർക്കും പരാതിയൊന്നുമില്ല. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ പത്രക്കാരെ വിളിച്ചു വരുത്തി പത്രസമ്മേളനം നടത്താനും ചാടി എണീറ്റ് ശോഭിക്കാനും ഒന്നും പറ്റില്ല. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. പാർട്ടിക്ക് വക്താക്കളുണ്ട്, അവർ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയുടെ നയങ്ങൾ അവർ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി പറയേണ്ട കാര്യങ്ങൾ ഏത് സ്ഥലത്തും കൃത്യമായി അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. അത് കേൾക്കാനുള്ള സന്മനസ്സില്ലാത്തത് പാർലമെന്റിൽ പോലും കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ്. അല്ലാതെ ഈ നാട്ടിലെ ഒരു ജനങ്ങൾക്കും നരേന്ദ്രമോദി മൗനി ബാബയെ പോലെ വീട്ടിലിരിക്കുന്നു എന്ന് ഒരു കുട്ടി പോലും പരാതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ മൗനി ബാബയായിരുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും സോണിയാഗാന്ധിയും എഴുതി നൽകുന്നത് മാത്രം വായിച്ച ഒരു പ്രധാനമന്ത്രി അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ഈ നരേന്ദ്രമോദി എന്നും പത്രസമ്മേളനം നടത്തുന്നില്ല എന്നും എഴുതി കൊടുക്കുന്നത് വായിക്കുന്നില്ല എന്നുള്ള പരാതി അവർക്കുള്ളത്. ശ്രീ VPP മുസ്തഫ, ഇവിടെ കേരളമാണ് നരേന്ദ്രമോദി BJP തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നിലയിൽ നരേന്ദ്രമോദിയും രാഷ്ട്രീയ പാർട്ടി നിലയിൽ BJPയും തിരഞ്ഞെടുത്തിരിക്കുന്നത് യുവാക്കളുമായി പ്രധാനമന്ത്രിക്ക് സംവദിക്കാൻ യുവമെന്ന പരിപാടി ഇവിടെ നടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും കേരളം ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് വേദിയാകുന്നത്? ഇത് നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിന്, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. 9 വർഷത്തെ ഭരണ നേട്ടങ്ങളൊന്നും അവതരിപ്പിക്കാനില്ലാത്ത BJPയും പ്രധാനമന്ത്രിയും വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി, അവരുടെ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പ്രചരണ സാമഗ്രികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമോ അതിലൊന്നായിട്ട് ഇത് കാണുന്നു. ഇപ്പൊ BJPക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ ത്രിപുര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒന്നാണ്, ഞങ്ങളുടെ ഇനിയത്തെ ലക്ഷ്യം കേരളമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി കേരളത്തിൽ എങ്ങനെയെങ്കിലും BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കഴിയുമോ, BJPയുടെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി കഴിയുമോ, അതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചരണ സ്റ്റണ്ട് അല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു പരിപാടിയാണിത്. കഴിഞ്ഞ 9 വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്തേ പ്രധാനമന്ത്രിക്ക് സമയമില്ലാതെ പോയത്? എന്തേ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെയും BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അജണ്ടയിൽ ഇല്ലാതെ പോയത്? അപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സാധാരണ പ്രചരണ സ്റ്റണ്ടിന് അപ്പുറത്ത് ഒരു പ്രാധാന്യവും
ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒന്നായിട്ട് ഈ പരിപാടികൾ മാറുകയാണ്. അല്ല, അങ്ങനെ ഒരു പ്രാധാന്യവും ഒരു പ്രസക്തിയും ഇല്ലെങ്കിൽ ശ്രീ VPP മുസ്തഫ എന്തിന് ഇന്ന് വലിയൊരു പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കുന്നു? DYFI 100 ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ പോകുന്നു. DYFI ഒരു പ്രധാനമന്ത്രി വന്ന് ചില പരിപാടികളിൽ പങ്കെടുത്ത് ചില ആളുകളെ കണ്ടു മടങ്ങുന്നു എന്നതിനപ്പുറം എന്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു ഈ പരിപാടിക്ക്? അല്ല, ഈ പ്രചരണ സ്റ്റണ്ടിനെ തുറന്നു കാണിക്കാൻ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ 9 വർഷമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്തുണ്ട് എന്ന് പോലും തോന്നാതിരുന്ന ഒരാൾ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെ ഈ കേരളത്തെ വിശേഷിപ്പിച്ച കാര്യങ്ങൾ നമുക്കറിയാലോ. സോമാലിയാണ് കേരളം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, കേരളം മറ്റെന്തോ ഒരു നാടാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ കേരളത്തിലേക്ക് വലിയ ഫോക്കസ് നൽകുകയാണ്. ആ ഫോക്കസിന്റെ പ്രാധാന്യം എന്താ? ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ലേ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കഴിയണം. അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകത്തെ തുറന്നു കാണിക്കുക. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നത് പോലെയല്ല രാജ്യത്തിന്റെ സ്ഥിതി. നിങ്ങൾ നോക്കൂ, ഈ പുൽവാമ ഭീകരാക്രമണത്തെ കുറിച്ചിട്ടുള്ള അവിടുത്തെ അന്നത്തെ ഗവർണറായിരുന്ന സത്യപാൽ മലിക്കിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ, അത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ ഏറ്റവും തീക്ഷ്ണമായിട്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ BJP അങ്ങേയറ്റം പ്രതിരോധത്തിലാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ മറികടക്കാം, എങ്ങനെ ഇതിനെ മുറിച്ചു കടക്കാം, കേരളം എങ്ങനെ ഇടതുപക്ഷത്തിന്റെ തുരുത്തായി നിൽക്കുന്നതിൽ നിന്ന് ആ കേരളത്തെ കൂടി കീഴ്പ്പെടുത്താം, ഇതിനെല്ലാം വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങിയിട്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകത്തെ തുറന്നു കാണിക്കേണ്ടതും കഴിഞ്ഞ 9 വർഷം, അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടന്നു കയറാനുള്ള ശ്രമവും വികസന അജണ്ട മുന്നിൽ നിർത്തി യുവാക്കളുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള BJPയുടെ ശ്രമവും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അത് കേരളത്തിൽ പ്രധാനമന്ത്രി തന്നെ വന്ന് തുടക്കമിടുന്നതിന്റെയൊക്കെ ഒരു ആശങ്ക CPM-നുണ്ട് എന്ന് വേണം കരുതാൻ. നേരത്തെ ഉള്ള ഒരു BJP അല്ല എന്നൊരു കരുതൽ ഇത്തവണ CPM-നുണ്ട് അല്ലേ? അതുണ്ടല്ലോ, നിങ്ങൾ പാർട്ടിയാണ് ഈ പവറും മുമ്പൊരു കാലത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കേൾക്കാമോ സാർ? ഇല്ല, ചില സാങ്കേതിക. വിഷ്ണു, ഇതാണ് ഈ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ നമുക്കറിയാം കേരളത്തിൽ ഈ കേന്ദ്ര നേതാക്കൾ വർഷങ്ങളായി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വോട്ട് നേടിയ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇവിടെ എത്ര സീറ്റ് നേടി എന്നുള്ളതാണ്. കയ്യിലുണ്ടായിരുന്നൊരു സീറ്റ് പോലും വല്ലാത്ത തരത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് BJPയുടെ കേന്ദ്ര നേതൃത്വം കാര്യമായി കേരളത്തിൽ ഇടപെടുന്നുണ്ട്, വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വികസനത്തിന്റെ കാര്യത്തിലായാൽ പോലും റോഡുകൾക്കായാലും റെയിൽവേ സ്റ്റേഷനുകൾക്കായാലും തീവണ്ടികൾക്കായാലും കാര്യങ്ങൾ അനുവദിക്കുന്നതിലുമൊക്കെ ഒട്ടും പുറകോട്ടല്ല. ഒരു കരുതൽ പലപ്പോഴും ഈ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ കേരളത്തോടുണ്ട് എന്ന് പലപ്പോഴും അവർ ബോധ്യപ്പെടുത്താറുണ്ട്. പക്ഷേ അതിനുള്ള റിസൾട്ട് അങ്ങോട്ട് കൊടുക്കുന്നില്ല, കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. അത് പരിഹരിക്കുക, അത്രത്തോളം ആർജവത്തോടെ ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തെ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യം അണികൾ ഉന്നയിച്ചാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ലല്ലോ വിഷ്ണു. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു ഭരണകക്ഷിയാകാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും എല്ലാ കാലഘട്ടത്തിലും BJP ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ഈ കേരളത്തിന് പദ്ധതികളെല്ലാം തന്നെ അനുവദിക്കപ്പെടുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ടിട്ടല്ല. കേരളവും നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്, രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്ന രീതിയിലുള്ള നിലപാടുകൾ എപ്പോഴും സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷക്കാർ മാത്രമാണ്. അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ രാജ്യത്തെ ഏത് പ്രവർത്തനം നടന്നാലും ആ വികസന പ്രവർത്തനത്തിൻ്റെ എല്ലാം ഒരംശം കേരളത്തിലും ഉണ്ടാകും. അത് റെയിൽവേയുടെ വികസനത്തിലായാലും റോഡ് വികസനത്തിലായാലും. പക്ഷേ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാർ ഒരു കാലഘട്ടത്തിലോടും കേരളത്തോട് വിവേചനം കാണിച്ചിട്ടില്ല. കാരണം ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രാധാന്യമാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറഞ്ഞത് ശ്രീ VP മുസ്തഫ തന്നെ പറഞ്ഞു, ഒരു തുരുത്താണ്. അതെ, തുരുത്താണ്, CPM-ന്റെ ഒരു തുരുത്താണ് കേരളം. അത് നഷ്ടപ്പെട്ടാൽ അവർ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി പോവും. അവർക്ക് നിലനിൽപ്പില്ല. അവരുടെ നേതാക്കന്മാരൊക്കെ വേറെ, ഈ ബംഗാളിലെ സഖാക്കന്മാരെ പോലെയൊക്കെ വേറെ ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഓരോ സംസ്ഥാനത്തും ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ മറ്റ് ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ പോലും അധികാരത്തിലില്ലാത്ത അല്ലെങ്കിൽ 2 MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോലും
കാല് പിടിക്കുകയാണ്. എന്തിനാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റുകൾ കുറഞ്ഞാൽ ദേശീയ പാർട്ടി പദവി പോലും അവർക്ക് നഷ്ടമാകും. ഇത്രയും വലിയ ഗതികേട് ഈ രാജ്യത്ത് നേടുന്ന ഒരേ ഒരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും തങ്ങളുടെ വോട്ട് ഷെയറും സീറ്റുകളും സംരക്ഷിക്കാനുള്ള വലിയൊരു വെപ്രാളത്തിലാണ് CPM-ന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് നരേന്ദ്രമോദി വരുമ്പോൾ അവർക്ക് വലിയ അസ്വസ്ഥതയുണ്ടാകുന്നു. BJP-യുടെ വലിയ വളർച്ചയെ കേരളത്തിൽ അവർ ഭയപ്പെടുന്നു. ഇല്ലെങ്കിൽ എന്തിനാണ് അവർ ഇത്രയും അസ്വസ്ഥരായിരിക്കുന്നത്? അവർക്ക് മോദി വരട്ടെ, മോദി സംസാരിക്കട്ടെ, അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അതിന് മറുപടി രാഷ്ട്രീയമായി പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി നൽകുമെന്ന് പറഞ്ഞാൽ അതിന് ഈ CPM ഒക്കെ നൽകുന്ന മറുപടി ഞങ്ങൾ ഇവിടെ ശക്തരായുള്ളതുകൊണ്ടാണ് BJP-ക്ക് ഇങ്ങോട്ട് കടന്നു കയറാൻ പറ്റാത്തത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം മറ്റ് മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തമിഴ്നാട് കേരളമൊക്കെ ഒഴിച്ച് മറ്റ് മിക്ക സംസ്ഥാനങ്ങളിലും വലിയ ശക്തിയാകാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഭരണം പിടിക്കുന്ന ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്. പക്ഷേ കേരളത്തിൽ അതിനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് എന്ന ആത്മവിശ്വാസമാണ് CPM പ്രകടിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്നില്ല എന്ന ആക്ഷേപം അണികൾക്ക് തന്നെയുണ്ട് BJP-യുമായി ബന്ധപ്പെട്ട്. അതെ, കുങ്കുമം ചുമക്കുന്ന കഴുതയെ നാട്ടുകാർ നോക്കുന്നത് കഴുതയെ കണ്ടിട്ടാണെന്നുള്ളൊരു തോന്നൽ പോലെയാണ് CPM-മാർക്കുള്ളത്. ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ BJP വരാത്തതെന്ന് പറയുമ്പോൾ ബംഗാളിലും ത്രിപുരയിലും ആരാണ് ഭരണത്തിലിരുന്നത്? അവിടെയെല്ലാം BJP വന്നില്ലേ? ബംഗാളിൽ മുഖ്യ പ്രതിപക്ഷമായി മാറിയില്ലേ? ത്രിപുരയിൽ വീണ്ടും ഞങ്ങൾ അധികാരം പിടിച്ചില്ലേ? പല സംസ്ഥാനങ്ങളിലും CPM-ന്റെ അവശേഷിക്കുന്ന സീറ്റുകൾ പോലും പിടിച്ചെടുത്തത് BJP-യല്ല. അപ്പോൾ CPM ഞങ്ങൾക്ക് ഒരു എതിരാളികളെ അല്ല, അവർ രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. അതുകൊണ്ട് CPM ഉള്ളിടത്ത് BJP വളരുക എന്നുള്ളത് അവരുടെ ഇട്ടാവട്ടത്തിലുള്ള അവരുടെ ഒരു ചിന്ത മാത്രമാണ്. അതെല്ലാം വരും ദിവസങ്ങളിൽ അപ്രസക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലും BJP വലിയ രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാകും. ഇരു മുന്നണികൾക്കും അതിൽ വലിയ നഷ്ടങ്ങളുണ്ടാകും. അവരെല്ലാം വളരെ പിന്നിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. ആ ഭയം തന്നെയാണ് അവർക്കുണ്ടായ മോദി പേടി. GV ഹരി, നമുക്ക് ഈ കേരളത്തിൽ ഇന്നിപ്പോൾ നരേന്ദ്രമോദി വന്ന് ഇങ്ങനൊരു പരിപാടി നടപ്പിലാക്കുന്നതോട് നാളെ വന്നിട്ട് 2 ദിവസം ഇവിടെ പങ്കെടുക്കുന്നു. അദ്ദേഹം ഇവിടെ 2 ദിവസം ചിലവഴിക്കുന്നു. നാളെ 7 മുതൽ 7:15 വരെ മതമേലധ്യക്ഷന്മാരെ കാണുകയാണ്. 8 ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കാണ് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ക്ഷണം അവർ സ്വീകരിച്ചും കഴിഞ്ഞ പശ്ചാത്തലമുണ്ട് ശ്രീ GV ഹരി. അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ കേരളത്തോട് ഒരു താല്പര്യം കാണിക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവർ തുടക്കം കുറിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൊണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും നടത്തിയെന്ന് വരാം. കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് അല്പം പുറകോട്ടാണോ? ഇന്നിപ്പോൾ DYFIയുടെ പരിപാടി നടക്കുന്നുണ്ട്. 5 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ഉടനൽപ്പം വൈകുന്നുണ്ടോ? BJP കേരളത്തിൽ കുറച്ചുകൂടി വേര് പടർത്തുന്നത് മനസ്സിലാക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തൊരു വൈകലുണ്ടോ? അങ്ങനെയൊന്നുമില്ല രഞ്ജിത്തെ. ഞങ്ങളിത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ 1 വർഷം സമയമുണ്ട്. ആ 1 വർഷം സമയം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ BJP കഴിഞ്ഞ 9 വർഷക്കാലമായി രാജ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചിന്തൻ ശിബിർ അടക്കം ഇപ്പോൾ 2ാമത് വീണ്ടും ചിന്തൻ ശിബിർ നമ്മൾ കോട്ടയത്ത് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ തലത്തിലും പാർട്ടിയെ സജ്ജമാക്കാൻ എല്ലാ തരത്തിലുള്ള താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ പാർട്ടിയെ സജ്ജമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി KPCC-യുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കേരളത്തെ ഇവിടെ എന്തുകൊണ്ട് BJP വരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ കേരളത്തിൽ BJP വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല ഇവിടെ, ആ നോർത്ത് ഇന്ത്യയിൽ നടത്തുന്ന പൊളിറ്റിക്സ് ഇവിടെ വർക്കൗട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനൊരു ശ്രമം ഇവിടെ നടത്തുന്നത് തിരിച്ചറിഞ്ഞിട്ടാണ് അത്തരത്തിലുള്ളൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഇവിടെ കൊണ്ടുവന്ന് അതിലൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധം സൃഷ്ടിക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു കോഷൻ നമ്മൾ എടുത്തേ മതിയാവും. ഞങ്ങൾ ആ കോഷൻ എടുക്കുന്നുണ്ട്. പിന്നെ വിഷ്ണു പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത് രഞ്ജിത്തെ. അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും അവിടെ വന്ന് പ്രധാനമന്ത്രിയെ കാണാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഞങ്ങൾ അതിനുള്ള ഒരു ഓപ്പൺ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാർ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനടക്കം അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന അടക്കമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുള്ള സംവിധാനം സർക്കാരിനുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ ചെറുപ്പക്കാരെ കാണാൻ പോകുന്നു. അതിന് ഇവിടെ പല വകുപ്പുകളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പല വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളിലൂടെ തന്നെ രാജ്യത്തെ ചെറുപ്പക്കാരെ കാണാൻ ഉള്ള അവസരം ഉണ്ടാക്കിയാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ചെറുപ്പക്കാരും പ്രധാനമന്ത്രിയെ കാണാൻ ചെല്ലുകയും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി വരുന്നു, യുവാക്കളെ കാണുന്നു എന്നത് BJP സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെന്നിരുന്ന് പ്രധാനമന്ത്രിയോട് ആ പരിപാടിയിൽ ചെന്നിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയല്ല. ഇവർ പുറത്തു പറയുന്നതല്ല അകത്ത് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ അതാണ് ഞാൻ നേരത്തെ വിഷ്ണുവോട് പറഞ്ഞത്, ഈ പരിപാടി കഴിഞ്ഞിട്ട് അതിനകത്ത് പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ പുറത്തു വിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ പരിപാടിയുടെ പൊള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രഞ്ജിത്തെ, ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ BJPക്ക് സാധിക്കില്ല. കാരണം വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു, എന്ത് നൽകാൻ സാധിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും രാജ്യത്തിന്റെ വികസനത്തിന് എന്ത് വളർച്ചയാണ് ഉണ്ടാക്കിയെന്നുള്ളത് വിലയിരുത്താനുള്ള കഴിവൊക്കെ കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ട്. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. മൗനി ബാബയായിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ വിഷ്ണു ശ്രമിച്ചാൽ അതിന് മറുപടി ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് ലഭിക്കും അതിലൂടെ. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുമായി സംവദിക്കുവാനുള്ള ഒരു അവസരം കൂടി പ്രധാനമന്ത്രിക്ക് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതിനും BJPയും അതോടൊപ്പം യുവമോർച്ചയും മുൻകൈ എടുത്ത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും പ്രധാനമന്ത്രിയെ കാണാൻ ഒരു അവസരം ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി രാജ്യത്തെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ VPP മുസ്തഫ, ഇവിടെ വിഷ്ണു പറയുകയായിരുന്നു, BJP നേതാവ് ശ്രീ വിഷ്ണു പറയുകയായിരുന്നു, രജിസ്ട്രേഷനിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഈ യുവം എന്ന പരിപാടി. അവിടെ ആർക്കും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളൊന്നും അതിന് ആ തരത്തിൽ ഒരു മുന്നോട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ DYFI അടക്കമുള്ളവർ സ്വന്തമായി പരിപാടി സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പരിപാടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടാണോ DYFI ഇത്തരത്തിൽ ഒരു പ്രതിരോധ പരിപാടി, 5 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോകുന്നത്? അവിടെ പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ മുസ്തഫ? ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രഞ്ജിത്തെ. ഒന്നാമത്തെ ചോദ്യം തന്നെ, എന്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ ഒരു ഇറക്കം കേരളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു? അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പറയാൻ കേരളത്തെ സംബന്ധിച്ച് ഒന്നേ ചോദിക്കാമല്ലോ നമുക്ക്. എവിടെ കേരളത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്? എവിടെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എയിംസ്? എവിടെ നമ്മുടെ ഇന്ത്യൻ കോച്ച് ഫാക്ടറി? ഇങ്ങനെ കേരളത്തിന്റെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഏതായാലും വിഷ്ണു, ഇവിടെ DYFI 100 ചോദ്യങ്ങളുമായാണ് ഇന്ന് ഇറങ്ങുന്നത്. DYFI 100 ചോദ്യങ്ങൾ പ്രധാനമന്ത്രി ചോദിക്കുക. അതിൽ 1-2 ചോദ്യമാണ് ശ്രീ VP മുസ്തഫ പറഞ്ഞത്. കേരളത്തിന് നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീ ഹരി പറഞ്ഞു വെക്കുന്നത് തൊഴിലില്ലായ്മയെ ബന്ധപ്പെട്ടാണ്. 9 വർഷം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 കോടി ആളുകൾക്ക് 1 വർഷം തൊഴിൽ കൊടുക്കുമെന്ന രീതിയിലായിരുന്നു. അതൊക്കെ എവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോഴും രാജ്യത്ത് ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് ചോദിക്കാനുണ്ട് കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും. ഞങ്ങൾ ആരോടും ചോദ്യം ചോദിക്കേണ്ടെന്നോ വരരുതെന്നൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും വീണ്ടും പറയുന്നു, ആവർത്തിച്ച് തന്നെ പറയുന്നു, എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിന് നിങ്ങളുടെ രാഷ്ട്രീയമോ നിങ്ങളുടെ കൊടിയുടെ നിറമോ ഒന്നും യാതൊരു ബാധവുമല്ല. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലുമല്ല ഈ പരിപാടി സംഘടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹം യുവജനങ്ങളുമായി സംസാരിക്കുമ്പോൾ വലിയ അസ്വസ്ഥത ഇവിടുത്തെ മുന്നണികൾക്ക് സൃഷ്ടിക്കുന്നു, രാജ്യവിരുദ്ധർക്ക് സൃഷ്ടിക്കുന്നു. അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്, അല്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഏത് വിധേന ഈ പരിപാടി നടക്കാതിരിക്കാൻ എന്തെല്ലാം വാർത്തകളാണ് അല്ലെങ്കിൽ ആസൂത്രിതമായ ശ്രമങ്ങളാണ് പല കേന്ദ്രങ്ങളിൽ നടത്തിയത്? അത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായല്ലോ, സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അടുത്ത് ഊമക്കത്തുകൾ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയേക്ക് അദ്ദേഹത്തെ കാണാനെത്തുന്ന ചെറുപ്പക്കാരെ ഏതെങ്കിലും രീതിയിൽ അലർട്ടാക്കാൻ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സംഘടിതമായ ഗൂഢശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നു. അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. പോലീസ് സംവിധാനത്തിൽ വലിയ വീഴ്ചയുണ്ടായില്ലേ? അപ്പോൾ ഇതൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? കേരള മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ വലിയ വീഴ്ചകൾ ഈ പരിപാടിയെ തകർക്കാൻ, ഈ പരിപാടിയെ നല്ല രീതിയിൽ നടക്കാതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇടതുപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് യോജിക്കാൻ കഴിയാത്തവർ, രാജ്യത്തോട് വിയോജിപ്പുള്ളവർ, രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദി എതിർക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളോടൊപ്പമാണ് രാജ്യവിരുദ്ധരുള്ളത്. പക്ഷേ ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു ഭീഷണിക്കും ഭയപ്പാടിനും വഴിപ്പെടാതെ അവർ ഇങ്ങോട്ട് ഒഴുകിയെത്തും. അത് നിങ്ങൾ നേരിൽ കാണാൻ പോവുകയാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ശ്രീ VP മുസ്തഫ, നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അത് മോദിയോട് ചോദിക്കാനുള്ള DYFIയുടെ ചോദ്യങ്ങളായിരുന്നു. എയിംസ് എവിടെ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾക്ക് തുടരാം.
ശ്രീ VPP മുസ്തഫ, നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾ കേൾക്കാമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പൂർത്തിയാക്കാം. ഉത്തരം പൂർത്തിയാക്കാം. ഞാൻ പറഞ്ഞു വന്നത്, പ്രധാനമന്ത്രിയെ പോലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇയാൾ ഈ ഭരണത്തിന്റെ ഏറ്റവും അവസാനത്തെ വർഷം കേരളത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്നത് രാഷ്ട്രീയ ഗിമ്മിക്കല്ലാതെ മറ്റെന്താണ്? കേരളത്തിന്റെ വികസനമാണ് പ്രധാനമെങ്കിൽ ഇപ്പൊ വന്ദേ ഭാരത് എന്തോ വലിയ കേരളത്തിന് നൽകിയ സേവനമാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കൂ, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് വന്നത്. ആ ബജറ്റിലാണല്ലോ ഇന്ത്യയുടെ റെയിൽവേ വികസനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചത്. എത്ര രൂപ അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ബജറ്റിൽ കേരളത്തിന് റെയിൽവേക്ക് വേണ്ടിയിട്ട്? ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് പോയപ്പോഴാണ് വന്ദേ ഭാരത് തന്നെ ഇന്ത്യയിൽ ആരംഭിച്ച് അതിന്റെ 5ാമത്തെ വർഷം 14ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് വേണ്ടി അനുവദിക്കുന്ന രീതി ഉണ്ടായത്. പക്ഷെ അത് തന്നെ വന്ദേ ഭാരതിന്റെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള യാതൊരു നേട്ടവും ഇല്ലാത്ത വിധത്തിലാണ് എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ തന്നെ ആ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നു, മാധ്യമങ്ങൾ തന്നെ ആ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മറ്റു നിരവധി വികസന പ്രശ്നങ്ങൾ ഇതിനെ ഒന്നും അഡ്രസ് ചെയ്തിട്ടില്ല. ഈ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ടുള്ള രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. അതിനെ തുറന്നു കാണിക്കുക. അത് ഇപ്പൊ പ്രധാനമന്ത്രി ഏറ്റവും വലിയ സംസാരിക്കുന്നയാളാണ്, പ്രധാനമന്ത്രിയെ ആർക്കും സമീപിക്കാം, ഇതൊക്കെ പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രധാനമന്ത്രിയോട് ഏറ്റവും വലിയ വിമർശനമല്ലേ മുൻ ജമ്മു കാശ്മീർ ഗവർണറും നേരത്തെ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന സത്യപാൽ മാലിക് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്? അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? BJP എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? രാജ്യസ്നേഹം, ദേശാഭിമാനം. ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളും BJPക്കാര് മാത്രമാണ് രാജ്യസ്നേഹികളും എന്ന് വരുത്താൻ ശ്രമിച്ചത്. ആ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റായിരുന്ന BJP നിയോഗിച്ച ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിന്റെ ചോദ്യങ്ങളോട് എന്തേ പ്രധാനമന്ത്രി പ്രതികരിക്കാത്തത്? എന്തേ അദ്ദേഹം അക്കാര്യത്തിൽ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ഇത്രയും വലിയ ഞെട്ടിപ്പിക്കുന്ന ശോഭജനകമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യൻ നടത്തിയിട്ട് എന്തേ അക്കാര്യത്തിലുള്ള പ്രതികരണം ഇല്ലാതെ പോകുന്നത്? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. കടുത്ത വർഗീയതയും മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയവുമല്ലാതെ മറ്റൊന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് ന്യൂനപക്ഷങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ ന്യൂനപക്ഷങ്ങളെ കേരളത്തിൽ വന്നിട്ട് ക്രിസ്ത്യാനികളെ കെട്ടിപ്പിടിക്കുന്ന, ക്രിസ്ത്യ പുരോഹിതരെ കെട്ടിപ്പിടിക്കുന്ന ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിൽ പോയിട്ട് ക്രിസ്ത്യൻ പുരോഹിതരെ കെട്ടിപ്പിടിക്കുമോ? അദ്ദേഹം ഉത്തർപ്രദേശിൽ യോഗിയുടെ നാട്ടിൽ പോയിട്ട് ന്യൂനപക്ഷ നേതാക്കളെ കെട്ടിപ്പിടിക്കുമോ? അവിടെ അത് പറഞ്ഞാൽ BJPയുടെ അടിസ്ഥാന വോട്ട് തന്നെ ഇല്ലാതാകും. കേരളത്തിന് വെളിയിൽ മറ്റെവിടെയെങ്കിലും ന്യൂനപക്ഷങ്ങളോട് ഇത്തരമൊരു പരിഗണന BJP നൽകുന്നുണ്ടോ? പ്രധാനമന്ത്രി നൽകുന്നുണ്ടോ? അമിത്ഷാ നൽകുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. ഈ കേരളത്തെ കുറിച്ച് തന്നെ നേരത്തെ സൊമാലിയ എന്ന് വിശേഷിപ്പിച്ചത് ഇപ്പൊ മാറിയോ? കേരളത്തിലെ യുവജനങ്ങളെ കൂട്ടിയിട്ട് ഇങ്ങനെ RSSന്റെ നേതൃത്വത്തിൽ സംഗമം നടത്തുന്ന പ്രധാനമന്ത്രി പറയട്ടെ, ഞാൻ നേരത്തെ കേരളത്തെ കുറിച്ച് സൊമാലിയ എന്ന് വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയി. അങ്ങനെ തിരിച്ചു പറയാൻ അദ്ദേഹം സന്നദ്ധമാണോ? ശരി ശ്രീ VP മുസ്തഫ, നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. വിഷ്ണു അതിന് മറുപടി പറഞ്ഞ് വിഷ്ണുവിന് വളരെ നേരത്തെ പോകേണ്ടതുണ്ടെന്ന് പറയും, അതുകൊണ്ടാണ് പെട്ടെന്ന് മറുപടി പറയാം. ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തെയും ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടില്ല. ഡൽഹിയിലടക്കം കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി പോയത് ന്യൂനപക്ഷ വിഭാഗക്കാരുടെ ആരാധനാ കേന്ദ്രത്തിലേക്കാണല്ലോ. അവിടുത്തെ ബിഷപ്പുമാർ അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെയും പല പരിപാടികളിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു ചെന്നിട്ടുണ്ട്. അവർ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിട്ടുള്ളത്. താങ്കൾ കണ്ണു തുറന്ന് കാണാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇതൊന്നും കാണാൻ കഴിയാത്തത്. അഥവാ കണ്ടാൽ പോലും നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് അസ്വസ്ഥതയാണ് പ്രധാനമന്ത്രിയോട്, BJPയോട്. പിന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഏറ്റവും കൂടുതൽ തവണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത് അവിടുത്തെ ക്രൈസ്തവ സഭാ നേതാക്കന്മാരാണ്. അവർ ഇപ്പോഴും തങ്ങൾക്ക് ആ മോദിയുടെ ഭരണകാലത്തുണ്ടായ ഗുണങ്ങളെ പറ്റിയും അനുഭവങ്ങളെ പറ്റിയൊക്കെ പലപ്പോഴും പല വേദിയിലും പറയാറുണ്ടല്ലോ. അതെന്ത് CPM നേതാക്കന്മാർ കേൾക്കാത്തത്? പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം ക്രൈസ്തവ സമൂഹം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അവർ നിങ്ങളിൽ നിന്നും ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്നൊക്കെ ഒരുപാട് ഭീഷണികൾ നേടുന്നു. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് സർക്കാർ മിഷനുകൾ പ്രവർത്തിക്കുന്നു. ബിഷപ്പിനെതിരെ പോലും നിങ്ങൾ കേസെടുത്തില്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്നത്. നിങ്ങൾക്ക് BJP വർഗീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ഭയം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വോട്ട് നേടുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം. അത് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് എല്ലാ വിഭാഗങ്ങളും വരും ദിവസങ്ങളിൽ തിരിച്ചറിയുകയും CPMനെ വിദൂരത്തിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ശരി വിഷ്ണു. ശ്രീ GV ഹരി, ഇവിടെ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, വിക്ടർ ടി തോമസ് UDFന്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. UDFൽ നിന്നത് വലിയ പ്രയാസത്തോടെ ആയിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. UDFന്റെ ജില്ലാ ചെയർമാൻ, കേരള കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം.
ഇത് ഇങ്ങനെ നേതാക്കന്മാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നുണ്ട് ഇത്തരം ഈ BJPയുടെ പ്രചരണം അവരുടെ ഒരു കടന്നുവരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ? നോക്കൂ രഞ്ജിത്ത്, ഈ ആയാറാം ഗയാറാം പൊളിറ്റിക്സ് ഇത് സ്വാഭാവിക വ്യക്തിപരമായ പ്രശ്നമാണ്. ഇത് പാർട്ടി തരത്തിലൊന്നും വരെ കാണേണ്ടതില്ല. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ BJPയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുന്നുണ്ട്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യമായിട്ട് ഞാനത് കാണുന്നുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ എന്തെങ്കിലും എടുത്തു പറയത്തക്ക ഒരു കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുന്നു, BJPക്കാർക്ക് ഇനി ഒന്നും പേടിക്കാനില്ല എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളിതിനെ രാജ്യത്തെ ജനങ്ങളെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ നടത്തിയൊന്നും ഞങ്ങൾ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിശപ്പ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഡീസൽ വില, അവർക്ക് പെട്രോൾ വില, ഗ്യാസിൻ്റെ വില, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ശക്തമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുന്നത്. അത് വർഷങ്ങളായി ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ജനങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതും ഇവിടെ വികസനം കൊണ്ടുവരുന്ന കാര്യത്തിനകത്തും ഏറ്റവും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു വികസനം കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിൽ വരുന്നത് നേരത്തെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല. അവർ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു, ഇനി വരാനിരിക്കുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ രാജ്യത്ത് കഴിഞ്ഞ 9 വർഷമായി ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞ 9 വർഷക്കാലം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും BJP തയ്യാറാവില്ല. അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് അവരെ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നടപ്പാക്കി അതിലൂടെ അധികാരത്തിലേക്ക് വരാനായിട്ടാണ് ശ്രമിച്ചത്. ഇവിടെ ആകപ്പാടെ കേരളത്തിൽ നമുക്കറിയാം, ഞാനിവിടെ താമസിക്കുന്ന നേമത്തടക്കം അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് അടക്കം പോയത്, ഒരു സീറ്റ് അവർക്ക് ലഭിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഒരു വകയും ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു വകയും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ഒരു MLA ഉണ്ടായിരുന്നു, ആ MLAക്ക് രാജേട്ടന് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു രണ്ടാമത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു സീറ്റും തിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ പ്രധാനമന്ത്രിയിലൂടെ എങ്കിലും കിട്ടുമോ എന്നുള്ള അവസാന ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ രാജ്യത്തുണ്ടാകാൻ പാടില്ല, കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി BJP ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ കൊള്ളരുതായ്മകളെയും ഞങ്ങൾ കോഷനോടുകൂടി തന്നെ ഞങ്ങൾ എതിർക്കും. അതിന് ബദലായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകും. അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ രാജ്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കും. രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതം ഒന്നായി നിലനിൽക്കണമെന്നും ഇവിടെ ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യാനിയെന്നുമുള്ള വേർതിരിവില്ലാതെ ജനങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിനാവശ്യമായിട്ടുള്ള ബദലുകൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുമ്പോൾ അതിന്റെ ബദലുകൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നന്ദി ശ്രീ GV ഹരി. ഒപ്പം ശ്രീ വിഷ്ണു, ശ്രീ VPP മുസ്തഫ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു, അദ്ദേഹം യുവം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടി കൊണ്ട് യുവാക്കൾക്കിടയിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്നായിരുന്നു സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്തത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.